നമസ്കാരം, എല്ലാവർക്കും വീണ്ടും ഈ വാസ്തുശാസ്ത്രപരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ വാസ്തു എങ്ങനെയാണ് ഭൂമിയിൽ വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അതിന് മുന്നോടിയായിട്ട് നമുക്ക് വാസ്തുപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ വാസ്തു ഭൂമി സെലക്ട് ചെയ്തു, ഭൂമി തിട്ടപ്പെടുത്തി. അതിനുശേഷം നമ്മൾ ഒരു നല്ലൊരു ദേവജ്ഞനെ പോയി കണ്ടിട്ട് സ്ഥാനം കാണാനുള്ള നല്ലൊരു ഉത്തമ മുഹൂർത്തം അത് ദേവജ്ഞൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. ആ ഉപദേശപ്രകാരം നിങ്ങൾ പോയിട്ട് ഒരു വാസ്തു കൺസൾട്ടൻറ്റിനെ വിളിച്ചിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഒരു വാസ്തു ആചാര്യനെ വിളിച്ചിട്ട് വന്ന് നിങ്ങൾ ആ ഭൂമി അദ്ദേഹത്തിനെ കാണിച്ചു കൊടുത്ത് ആ ഭൂമി അദ്ദേഹം നോക്കി പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പറയും, ഈ ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് വാസ്തു നിർത്താനുള്ള സ്ഥാനം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് മാർക്ക് ചെയ്ത് തരും. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ അവിടെ കുറ്റി, ശംഖു എന്നാണ് വാസ്തുവിൽ പറയുക, ശംഖു സ്ഥാപിക്കുക എന്ന് പറയും. അപ്പോൾ കുറ്റി അടിച്ച് അതിനുശേഷം അതുമാതിരി തന്നെ ഒരു ദേവജ്ഞനെ കണ്ടിട്ട് അതിൻ്റെ ശിലാസ്ഥാപനത്തിനുള്ള നല്ലൊരു മുഹൂർത്തം നമ്മൾ തിട്ടപ്പെടുത്തണം. ആ ശിലാസ്ഥാപനം ചെയ്യുന്ന ദിവസം നമ്മൾ നമ്മുടെ ഭരദേവത, ഇപ്പം ഗ്രഹനാഥനാണേലും ഗ്രഹനാഥയാണേലും രണ്ടുപേരുടെയും ഭരദേവതാ സ്ഥാനത്ത് നമ്മൾ വിളക്ക്, മാല, പായസം, അർച്ചനാദികളൊക്കെ ചെയ്ത് അവിടുന്ന് തീർത്ഥമോ പ്രസാദമോ പുഷ്പമോ ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ നമ്മൾ പോയി കളക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്ന് ഈ ശിലാസ്ഥാപനം ചെയ്യുന്ന ദിവസം നമ്മളതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് നല്ല അഴകത്ത്, അതായത് നല്ല കണക്കത്തെ ഒരു ശില, അതായത് ദീർഘചതുരവോ സമചതുരവോ ഒക്കെ ആകാം, അങ്ങനെയുള്ളൊരു ശില നമ്മൾ കൊണ്ടുവന്ന് ആ ശിലാസ്ഥാപനത്തിന് ആരാണോ ഏതെങ്കിലും ദേവജ്ഞനെ വിളിക്കാറുണ്ടെങ്കിൽ വിളിക്കാനാണ് താല്പര്യം, അങ്ങനെ വിളിക്കാം. അല്ലെങ്കിൽ ഗ്രഹനാഥനോ വീട്ടിൽ മുതിർന്ന ആൾക്കാർ, ഗ്രഹനാഥനായിട്ടുള്ള ആരെ കൊണ്ട് വേണമെങ്കിലും നമുക്കത് ചെയ്യിക്കാവുന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളത് ശിലാസ്ഥാപനം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, ആ ശിലാസ്ഥാപനം ചെയ്യാൻ പോകുന്ന, നമ്മൾ ഗ്രഹം നിർമ്മിക്കാൻ പോകുന്ന ആ ഭൂമി വൃത്തിയാക്കി, വൃത്തിയാക്കി അവിടെ നമ്മൾ ശിലാസ്ഥാപനത്തിനുള്ള കുഴിയെടുക്കും. അത് ഒരു കോൽ എങ്കിലും മിനിമം താഴ്ച ഉണ്ടായിരിക്കണമെന്നാണ്, ഒരു കോൽ വിസ്തൃതി ഉണ്ടായിരിക്കണമെന്നാണ് കണക്ക്. അപ്പോൾ അതിൽ നമ്മൾ ശിലാസ്ഥാപനം വെക്കുന്ന സമയത്ത് നമ്മൾ നിലവിളക്ക് അവിടെ ഒരുക്കണം. അഷ്ടദ്രവ്യം നമ്മൾ അവിടെ ഗണപതിക്ക് ഒരുക്കണം, 8 കൂട്ടം. അപ്പോൾ ഈ 8 കൂട്ടം എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തൊക്കെയാണ് 8 കൂട്ടം? അതായത് നാളികേരം, അവല്, മലര്, പഴം, ശർക്കര, മുന്തിരി, കൽക്കണ്ടം, ഒരു കഷ്ണം കരിമ്പ്. അപ്പോൾ ഇത്രയും 8 കൂട്ടം, 8ഉം കൂട്ടി വിളമ്പുക എന്ന് നമ്മൾ പറയും ഗണപതിക്ക്. അപ്പോൾ നമ്മൾ ഗണപതി ഭഗവാനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എന്തിനും ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും നമ്മൾ ഗണപതിക്ക് വെക്കുക എന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഒരു ഗണപതി ഒരുക്കൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ, ആചാര്യൻ തന്ന മുഹൂർത്തത്തിൽ നമുക്ക് ശിലാസ്ഥാപനം ചെയ്യാവുന്നതാണ്. ശിലാസ്ഥാപനം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് തീർത്ഥം ഉണ്ടെങ്കിൽ ശുദ്ധജലത്തിൽ ആദ്യം അത് കഴുകി, ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന തീർത്ഥം ഉണ്ടെങ്കിൽ, പുണ്യാഹം ഉണ്ടെങ്കിൽ അതിൽ കഴുകി, വീണ്ടും നമ്മൾ പാലിൽ, ശുദ്ധ പാലിൽ, പശുവും പാലിൽ അത് കഴുകി, അതിനുശേഷം വീണ്ടും ജലത്തിൽ കഴുകി, ഈ നമ്മൾ ശിലാസ്ഥാപനം ചെയ്യുന്നതിന് മുന്നേ ആ ശില വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് ഒരു വെറ്റില പാക്ക്, ഒരു നാണയം, ഒരു ദക്ഷിണ, വാസ്തുപുരുഷനെ സങ്കല്പിച്ചിട്ട്, ബ്രഹ്മദേവനെ സങ്കല്പിച്ചിട്ട് നമ്മളൊരു ദക്ഷിണ ആ ശിലയുടെ അടിയിൽ വയ്ക്കും. അങ്ങനെയാണ് ശിലാസ്ഥാപനം ചെയ്യുക. ഈ ശിലാസ്ഥാപനം ചെയ്തതിന് ശേഷം കഴിയുന്നതും നല്ല മുഹൂർത്തത്തിലൊക്കെ ശിലാസ്ഥാപനം ചെയ്താൽ, എൻ്റെ കണക്കും പ്രകാരമാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ നമ്മൾ കയറി താമസിക്കണം. 6 മാസത്തിനുള്ളിൽ പാല് കാച്ചി കയറി താമസിക്കണം. അതാണ് ശരിക്കുമുള്ള കണക്ക്. ശരിക്കുള്ള മുഹൂർത്തത്തിൽ നമ്മളൊരു വീട് പണി തുടങ്ങിയാൽ 6 മാസത്തിനുള്ളിൽ പാല് കാച്ചിരിക്കണമെന്നുള്ളത് നിബന്ധന തന്നെയാണ് വാസ്തുശാസ്ത്രത്തിൽ. അത്രയും പരിപാവനമായിട്ടുള്ള ഒരു ചടങ്ങാണത്. അപ്പോൾ അത് നല്ല രീതിയിൽ അത് നടന്നാൽ അങ്ങനെ തന്നെയായിരിക്കും അത് നടക്കുക. അപ്പോൾ അതിൽ പാല് ശിലാസ്ഥാപനം കഴിഞ്ഞാൽ പിന്നുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തറ കെട്ടും, മേസന്മാർ വന്ന് തറ കെട്ടി എല്ലാം നല്ല രീതിയിൽ. അപ്പം നമ്മൾ നല്ല മുഹൂർത്തത്തിൽ ഈ ശിലാസ്ഥാപനം ചെയ്തു കഴിഞ്ഞാൽ, ഇത് നമ്മൾ വാസ്തുപുരുഷൻ്റെ ബീജ സങ്കല്പത്തിലാണ് നമ്മളിത് ഈ കല്ല് വയ്ക്കുക.
ഈ കല്ല് വളർന്നിട്ടാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് മാതിരി തന്നെ ഒരു വീട് ജനിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല മുഹൂർത്തത്തിൽ തന്നെ ബീജസങ്കല്പം വയ്ക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ശിലാസ്ഥാപനം കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാലുള്ള സ്റ്റെപ്പ് ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിളവയ്പ്പാണ്. കട്ടിളവയ്പ്പിനും ഇതുപോലെ തന്നെ നല്ല മുഹൂർത്തത്തിൽ കട്ടിളവയ്പ്പ് പ്രത്യേകിച്ചും ഗുളികോദയത്തിൽ വെക്കണമെന്നാണ് പറയുക. ഗുളികൻ ഉദിച്ചിരിക്കുന്ന സമയത്ത് അതും സ്ഥിരരാശി ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. ചരം സ്ഥിരം ഉഭയമാണ്. അതിൽ സ്ഥിരരാശി ധാരാളം വർഷം നിലനിൽക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സ്ഥിരരാശി ചെയ്യണമെന്ന് പറയും. അവിടെ ജ്യോതിഷവുമായിട്ട് ബന്ധം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കട്ടിളവയ്പ്പായി. അത് കഴിഞ്ഞ് ഉത്തരം വയ്പ്പെന്നും ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. പണ്ടൊക്കെയാണ് ഉത്തരം വെൽപ്പ്, അതായത് പണ്ടത്തെ ഓടിട്ട് പെരയൊക്കെ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിനാണ് ഉത്തരം. ഇന്ന് അതിന് പകരമായിട്ട് വാർപ്പാണ്. അപ്പോൾ ഉത്തരം വെൽപ്പിൻ്റെ അതേ ദിവസം നമ്മൾ അതേ സങ്കല്പത്തിലാണ് വാർപ്പ് ചെയ്യുക. അപ്പോൾ വാർപ്പും കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞാലാണ് നമ്മൾ കയറി താമസിക്കുക. കയറി താമസിക്കുന്നത് ആ ഒരു ചടങ്ങ് 6 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ ചടങ്ങുകളെല്ലാം നടക്കണമെന്നാണ് ഒരു ഉത്തമ ശുഭമുഹൂർത്തത്തിൽ ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളൊരു ഗ്രഹത്തിന് അല്ലെങ്കിൽ വാസ്തുവിന് പറഞ്ഞിട്ടുള്ള കാലം അങ്ങനെയാണ്. അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വാസ്തു തുടങ്ങുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിലവിലുള്ള ഏതെങ്കിലും ഒരു വീടിന് ഏതെങ്കിലും ഒരു ദോഷമുണ്ടെന്ന് നമുക്ക് തോന്നുമോ അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഉപദേശിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3 മീറ്ററിൻ്റെയെങ്കിലും ഒരു മെഷർ ടേപ്പ് വാങ്ങുക. ഒരു 3 മീറ്റർ കുറഞ്ഞതെങ്കിലും ഒരു 3 മീറ്ററിൻ്റെ മെഷർ ടേപ്പ് വാങ്ങിയിട്ട് നമ്മുടെ പെരയുടെ സ്കെച്ച് എങ്ങനെയാണ് ഷേപ്പ്. സാധാരണ നമ്മൾ വാസ്തുപരമായിട്ട് ദീർഘചതുരം അല്ലെങ്കിൽ സമചതുരമാണ് വാസ്തു വളരെ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ചെയ്ത് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് പണ്ടൊക്കെ. ഇപ്പോഴാണ് എല്ലാ ഷേപ്പും ആകും. ബാത്റൂം വളർത്തിയെടുത്താൽ അവിടെ ഒരു വേറൊരു കട്ട് വന്നു. അങ്ങനെ എന്തും ആയിക്കോട്ടെ, നമ്മളൊരു ടേപ്പ് വാങ്ങിക്കൊണ്ട് വന്നൊരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ പെരയുടെ പുറഞ്ചിട്ടൊന്ന് അളക്കണം. ഓരോ ഭിത്തി കോർണർ ടു അടുത്ത കോർണർ. അപ്പോൾ നമ്മൾ അങ്ങനെ അളന്ന് ഓരോ സ്കെച്ച് ആദ്യം നമ്മൾ എങ്ങനെ പെരയുടെ ഷേപ്പ് എങ്ങനെയാണ്, നമ്മൾ പെരയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാണ് നമ്മുടെ പെരയുടെ ഷേപ്പ്, അതുപോലെ അത് പ്ലാൻ വരച്ചിട്ട് അത് നമ്മളൊരു മെഷർ ടേപ്പ് കൊണ്ടുവന്നിട്ട് ഇത് അളക്കണം. മീറ്റർ സെൻറ്റിമീറ്ററിൽ അളന്ന് എടുത്തിട്ട് ഇതിനെല്ലാം കൂടി നമ്മൾ കൂട്ടണം. ഇതിനെല്ലാം കൂടി നമ്മൾ കൂട്ടി എടുത്തിട്ട് നമുക്ക് എത്ര മീറ്റർ എത്ര സെൻറ്റിമീറ്റർ വരുന്നോ അതിനെ 0.72 കൊണ്ട് അംശിക്കുക അല്ലെങ്കിൽ ഭാഗിച്ചാൽ നമുക്ക് കോൽ കണക്ക് കിട്ടും. ആ കോൽ കണക്ക് എടുത്തിട്ട് നമ്മൾ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യാലയ ചന്ദ്രിക പുസ്തകം കണക്ക് പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ കണക്കുകളെല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് കിട്ടുന്ന കോൽ കണക്ക് എത്ര ആണ് എന്ന് നോക്കിയാൽ അതിനകത്ത് ആദ്യം നമുക്ക് കാണാൻ പറ്റും ഇത്ര കോല് ഇത്ര അങ്കുലം. അപ്പം നമുക്ക് കിട്ടിയ കോലും അങ്കുലം വെച്ച് നമ്മൾ ശിഷ്ടം വരുന്നതാണ് അങ്കുലം. നമ്മൾ ഭാഗിച്ചു കഴിഞ്ഞ് മെയിനായിട്ട് വരുന്നത് കോലും ബാക്കി വരുന്ന അങ്കുലമാണ്. അപ്പം നമ്മൾ ആ കണക്ക് പുസ്തകത്തിൽ ഈ കോലും അങ്കുലവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു സ്കെയിൽ വെച്ചിട്ട് നേരെ ഇതിനകത്ത് വയസ്സ്, ആയം, വരവ്, ചിലവ് ഇതെല്ലാം ഒരേ ലൈനിൽ നമുക്ക് കാണാൻ പറ്റും കണക്ക് പുസ്തകത്തിൽ. അപ്പം നമ്മൾ ഓരോന്നും നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ വാസ്തു നമ്മുടെ വീട്ടിൽ വരവ് കുറവും ചിലവ് കൂടുതലുമാണോ. അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വാസ്തു പൊളിക്കരുത്. വാസ്തു പൊളിക്കാതെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഒരിക്കലും നമ്മൾ നിർമ്മിച്ച ഒരു വീടിനെ നമ്മൾ പൊളിക്കാൻ അനുവദിക്കരുത്. പൊളിക്കേണ്ട ആ ഒരു രീതി അല്ല ശരിയായ ഉത്തമമായ രീതി, അതല്ല. അതിനെ നമ്മൾ വളർത്തിയെടുക്കുക എന്ന് പറയും. പുതിയൊരു കണക്കിലോട്ട് നമ്മൾ വളർത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ പലരും വാസ്തു കൺസൾട്ടൻ്റൊക്കെ ചെന്നിട്ട് പറയും ഇവിടെ പൊളിക്കണം എന്നിട്ട് നിങ്ങളത് ചുരുക്കിയെടുക്കണം. അതല്ല അതിൻ്റെ ശരിയായ രീതി. നമ്മൾ വളർത്തിയെടുക്കുക. വളർന്നോട്ടെ, വാസ്തു വളർന്നോട്ടെ, നല്ലൊരു ഉത്തമ കണക്കിലോട്ട് വളർന്നോട്ടെ. അപ്പോൾ അതിനുവേണ്ടി ഏത് ഭാഗത്ത് ദയവ് ചെയ്ത് ഞാൻ ഈ വളർത്തുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ശിലാസ്ഥാപനം ചെയ്ത ഭാഗം ഒരിക്കലും വീണ്ടും പുറകോട്ട് വളരാൻ പാടില്ല. നമ്മളെവിടെ ശിലാസ്ഥാപനം ചെയ്തു ആ കന്നിമൂല എന്ന് പറയും. കന്നിമൂല എന്നാണ് നമ്മുടെ വാസ്തു വളർന്ന് ഒരു വാസ്തുവായി മാറുന്നത്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കന്നിമൂലയിലിട്ട ഇടത്തോട്ട് വടക്കോട്ട് വളർന്നു, കന്നിമൂലയിൽ നിന്ന് കിഴക്കോട്ടാകുമ്പോൾ കിഴക്കോട്ട് വളർന്നു വടക്കോട്ട് വന്ന് ഇത് മുട്ടി കഴിയുമ്പോഴാണ് ഫൗണ്ടേഷൻ ആകുന്നത്. പിന്നെ ഇത് വളരുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കിഴക്ക് തെക്ക് ഭാഗത്തോട്ടോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ടോ വടക്ക് കിഴക്ക് ഭാഗത്തോട്ടോ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉത്തമ കണക്ക് കിട്ടുന്നവരെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വളർത്തുമ്പം
നമ്മൾ വളർത്തുന്ന രീതി ഇടതുഭാഗത്തും മുൻഭാഗത്തുമുള്ള ഭിത്തിയായിരിക്കണം വളരുന്നത്. അതിന് ക്രോസ് വരുന്ന ഭിത്തി നമുക്ക് ഓൾറെഡി ഉള്ള ഭിത്തിയാണ്, അത് കണക്കിൽ വരികയില്ല. എന്നുവെച്ചാൽ ഈ അകത്തെ ഭിത്തി പുറത്തോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 2 സൈഡാണ് വളരേണ്ടത്. ഇതാണ് കണക്കിൽ വരേണ്ടത്. അപ്പോൾ ഈ 2 സൈഡും ലെഫ്റ്റും റൈറ്റുമായിട്ട് നമ്മൾ നിന്ന് വളർത്തിയെടുത്താൽ ഈ ഉള്ളിലുള്ള ഭിത്തി അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് കണക്കിൽ വരുന്നില്ല. അപ്പോൾ ഇത് ഒരു ഉത്തമ കണക്കിൽ വരും. ഉത്തമ കണക്കിൽ വന്നാൽ അതിൻ്റെ ആയവും വ്യയവും എല്ലാം വളരെ കറക്റ്റായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഴയ വീടിനകത്ത് താമസിച്ചതിനെക്കാട്ടിലും ഇരട്ടി ഫലം. നമുക്ക് അവിടെ എന്തൊക്കെ നഷ്ടമായിരുന്നു ഇവിടെ ഇതെല്ലാം നമുക്ക് ലാഭമായിട്ട് വരും. അപ്പോൾ ഒന്നത്. രണ്ടാമത്തേത് പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, അടുക്കളയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് വാസ്തുശാസ്ത്രത്തിൽ. വടക്ക് കിഴക്ക് സൂര്യമണ്ഡലമാണ്. സൂര്യമണ്ഡലം ആകുമ്പോൾ ആഹാരം പാചകം ചെയ്യാനുള്ള മണ്ഡലമാണ് സൂര്യമണ്ഡലം. വടക്ക് കിഴക്കായിരിക്കണം അടുക്കളയുടെ സ്ഥാനം. അതുപോലെ തന്നെ കന്നി രാശി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള, ബാത്റൂം ഇതൊന്നും വരാതെ സൂക്ഷിക്കണം. അവിടെ ബെഡ്റൂമായിട്ട് തന്നെ ഗ്രഹനാഥയുടെയും ബെഡ്റൂമായിട്ട് തന്നെ അത് കൺസിഡർ ചെയ്യണം. അതിനുവേണ്ടിയായിരിക്കണം കന്യരാശിയിലുള്ള ആ റൂം. അപ്പോൾ നമ്മൾ വളർത്തിയെടുക്കുന്നത്, നമ്മൾ മിക്കവാറും ഞങ്ങളൊക്കെ പലയിടത്തും പോകുന്ന സമയത്ത് അവർക്ക് വേണ്ടതെല്ലാം ഉണ്ട്, പക്ഷേ ഇവിടെ വളർത്തുമെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അടുക്കളയുടെ ഭാഗത്ത് വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് വളർത്തി കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വേറെ ഒന്നിനെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. വർക്ക് ഏരിയ നമുക്ക് കൂടുതലാണല്ലോ, പക്ഷേ വർക്ക് ഏരിയ എന്ന് പറയുമ്പം അടുക്കളയുടെ കൂടെ വളർത്തരുത്. എപ്പോഴും നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ ബെഡ്റൂമും അടുക്കളയ്ക്കും കണക്കുണ്ട്. ഈ ബെഡ്റൂമിനെക്കാട്ടിലും വലുതാകാൻ ഒരിക്കലും പാടില്ല അടുക്കളയുടെ കണക്ക്. ഉത്തമ കണക്കായിരിക്കണം അടുക്കള, അല്ലെങ്കിൽ വരുന്ന പൈസയെല്ലാം അടുക്കളയിൽ ചിലവായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുക്കള ബെഡ്റൂമിനെക്കാട്ടിലും എപ്പോഴും ചെറുതായിരിക്കണം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വാസ്തുശാസ്ത്രത്തിൽ വളരെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഈ വാസ്തുശാസ്ത്രമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.